നമസ്കാരം. ഒരു വീഡിയോ കണ്ടുകൊണ്ട് തുടങ്ങാം. വീഡിയോയിലേക്കൊന്ന് പോകാം. കണ്ടല്ലോ, ഈ സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ ഈ സംഭവം നടന്നത് പാലാരിവട്ടത്താണ്, തിരുവോണ ദിനത്തിലാണ്. ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യമാണ്. അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മുസ്ലിം സമുദായത്തിൽപ്പെട്ടൊരു പെൺകുട്ടി ഒരു കടയുടെ മുൻപിൽ ഇട്ടിരുന്ന അത്തപ്പൂക്കളം, അവരുടെ കൂടെ വന്നൊരു പെൺകുട്ടി അതിനെ മാറി നടന്നു പോകുമ്പോൾ വന്ന് മനഃപൂർവ്വം കാലുകൊണ്ട് പൂക്കൾ തട്ടിക്കളഞ്ഞ് അനാദരവ് കാണിച്ചിട്ട് പോകുന്നു. ഇത് വ്യക്തിപരമായിട്ടുള്ളൊരു അനിഷ്ട പ്രദർശനമാണ് എന്നുള്ളത് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ നിഷ്കളങ്കരെ എന്ന് വിളിക്കും. ഈ സമീപകാലത്തല്ല, ഒരു കുറച്ചു കാലമായിട്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഓണം ആഘോഷിക്കുന്നത് അന്യമതസ്ഥർക്ക് അത്ര നല്ല കാര്യമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് മതപണ്ഡിതന്മാർ, കത്തനാർമാരും മൊയ്ലിയാർമാരും എല്ലാം വലിയ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതിനെ പലരും പരിഹസിക്കാറുണ്ട്, ട്രോൾ ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഇത് അതിലൊക്കെ ആഴത്തിലുള്ള ഒരു വിഷയമാണ്. അന്യമതങ്ങളോടുള്ളൊരു വെറുപ്പ്. കേരളം എത്രത്തോളം മതേതരത്വമാണ് എന്ന് കൂടുതൽ നാം പുരപ്പുറത്ത് കയറി എന്ന് അലറി വിളിക്കുന്നു, അത്രത്തോളം തന്നെ അന്യമതങ്ങളോടുള്ള വെറുപ്പ് സെമിറ്റിക് മതങ്ങളിൽ പെട്ടവരുടെ ഉള്ളിൽ കുട്ടിക്കാലം മുതൽ തന്നെ ഈ മതമൗലികവാദികളായിട്ടുള്ള മതാധ്യാപകന്മാർ വിതയ്ക്കുന്നുണ്ട്. ആഴത്തിൽ പതിച്ച് അതിൻ്റെ വേരിറക്കി തന്നെ വളർത്തിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പുതിയ പ്രതിഫലനം മാത്രമാണ് പാലാരിവട്ടത്ത് നടന്ന ഈ സംഭവം. ഈ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കേണ്ട യാതൊരു കാര്യവും നമുക്കില്ല. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. യാഥാർത്ഥ്യം എന്നുള്ളത് ഇത്തരത്തിലുള്ള വെറുപ്പ് മറുവശമായിട്ട് തന്നെ കാണണം. ഇതിനെ നമ്മുടെ എതിരാളികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വെറുപ്പുമായി ജീവിക്കുന്നവർ. അത്തരത്തിലുള്ള വെറുപ്പ് നമ്മുടെ എതിർപക്ഷത്ത് വലിയ രീതിയിൽ വിതയ്ക്കപ്പെടുന്നുണ്ട്. ആ വിതയ്ക്കപ്പെടുന്ന വിത്തുകൾ വളരെ കാര്യക്ഷമമായി തന്നെ വളർന്ന് വലുതായി വിഷച്ചെടികളായി വളർന്നു വരുന്നുണ്ട്. ഈ പെൺകുട്ടിയെപ്പോലെ. ഈ പെൺകുട്ടിയെ ഒരു വിഷച്ചെടി എന്ന് വിളിക്കുന്നതിൽ യാതൊരു വൈക്ലഭ്യവും ആർക്കും തോന്നേണ്ട കാര്യമില്ല. കാരണം അത്തരത്തിലുള്ള വിഷലിപ്തമായൊരു പ്രവൃത്തിയാണ് ആ പെൺകുട്ടി ചെയ്തത്. പക്ഷേ അതിന് വ്യക്തിപരമായി ആ പെൺകുട്ടിയുടെ ഉത്തരവാദിത്വം ഒരല്പം കുറവാണ്. മതത്തിൻ്റെ ഉള്ളിലുള്ള മതബോധത്തിൻ്റെ ആ വസ്ത്രധാരണത്തിൽ നിന്ന് തന്നെ ഇത്തരക്കാരെ തിരിച്ചറിയാമെന്ന് ഒരിക്കൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഈ വസ്ത്രധാരണത്തിൽ നിന്ന് ഇത്തരക്കാരെ തിരിച്ചറിയുന്നത് ഈ പ്രവർത്തികൾ അവർ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് കാണിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അത് വിമർശന വിധേയമാകുന്നത്. ഇവിടെയാണ് മതേതരത്വം എന്നുള്ള വാക്ക് വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാകുന്നത്. കാരണം മതേതരത്വം എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഹിന്ദുവിൻ്റെ മാത്രം ബാധ്യതയായി ഒതുങ്ങി നിൽക്കുന്നൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് ഹിന്ദുക്കളുടെ മുകളിലൊരു ഭാരമായി തന്നെ തീരുന്നത്. ഹിന്ദുക്കൾ പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വസ്തുത. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഓണം എല്ലാവരുടെയും ഉത്സവമാണ്. ഓണം എല്ലാവരുടെയും ഉത്സവമല്ല, ഹിന്ദുക്കളുടെ ഉത്സവമാണ്. ഇന്നലെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ ഹിന്ദുക്കളുടെ ഉത്സവം എന്നുള്ളത് കൊണ്ട് മാത്രം അതൊരു മതത്തിൻ്റെ ഉത്സവമാകുന്നില്ല. ഭാരതത്തിൽ ജനിച്ച് ഭാരതീയ സംസ്കാരത്തിൽ വളർന്ന് അതിൽ അഭിമാനിക്കുന്ന ആരും ഹിന്ദു തന്നെയാണ്. അവർ കൃഷ്ണനെയോ പരമേശ്വരനെയോ വന്ദിക്കണമെന്നില്ല. അള്ളാഹുവിനെ വന്ദിച്ചാലും യേശുവിനെ വന്ദിച്ചാലും നമ്മുടെ രാഷ്ട്രത്തോട് അവർക്കൊരു സ്നേഹമുണ്ടെങ്കിൽ, നമ്മുടെ പൈതൃകത്തോട് അവർക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ, നമ്മുടെ സംസ്കാരം അവർക്ക് മഹനീയമായി തോന്നുന്നുണ്ടെങ്കിൽ അവർ ഹിന്ദു തന്നെയാണ്. അവരുടെ ഉത്സവമാണ് കേരളത്തിൽ ഓണം, ഇത്തരക്കാരുടെ അല്ല. കാരണം ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് അവരുടെയൊക്കെ പൂർവികർ അറബികളാണെന്നാണ്. അറബികൾ ഇവർക്ക് അവരുടെ ശൗചാലയ വൃത്തിയാക്കുന്നവരുടെ വില മാത്രമേ നൽകുന്നുള്ളെങ്കിൽ പോലും ഞങ്ങളിലൊക്കെ ഒഴുകുന്നത് അറബി രക്തമാണെന്ന് തങ്ങൾമാർ മുതൽ ഇത്തരത്തിലുള്ള പെങ്ങൾമാർ വരെ വിചാരിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു ഫലമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഫലനമാണ് ഈ കണ്ടത്. അതിൽ ഒന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർ. പക്ഷേ അത് മറച്ചു വെച്ച് അന്യരുടെ മേൽ ഇത്തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും ആരോപിക്കുക മാത്രമല്ല, ഞങ്ങൾ മതേതരരാണ് എന്ന് നടിക്കുകയും ചെയ്യും. ഒപ്പം അതിൻ്റെ മറുവശത്ത് ഈ ഉസ്താദുക്കളുണ്ടല്ലോ, അവർ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളുമായി മുന്നിട്ടിറങ്ങുകയും ചെയ്യും. ഈ പെൺകുട്ടിയുടെ ഈ ഒരു പ്രവൃത്തി അത്ര നിഷ്കളങ്കമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ
ഒഴിവാക്കി വിടേണ്ട ഒരു പ്രവൃത്തിയായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു അപാകതയുണ്ട് എന്ന് ഞാനിപ്പോൾ സംശയത്തിനിടയില്ലാത്ത വിധം പ്രേക്ഷകരോട് പറയുകയാണ്. കാരണം ഈ പെൺകുട്ടിയെ പിന്തുടർന്ന് കേസെടുത്ത് ശിക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷേ ഈ പ്രവൃത്തി നിങ്ങൾ മറക്കരുത്. ഈ പെൺകുട്ടിയോട് പ്രതികാര ബുദ്ധി വേണമെന്നുള്ളതല്ല ആ മറക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ പെൺകുട്ടി ഒരു പ്രതീകമാണ്. വലിയ വിദ്വേഷം നമുക്കെതിരെ, നമ്മുടെ സംസ്കാരത്തിനെതിരെ, നമ്മുടെ പൈതൃകത്തിനെതിരെ ഇത്തരത്തിലുള്ള അധിനിവേശ മതത്തിൻ്റെ പിൻഗാമികൾക്ക്, പിന്തുടരുന്നവർക്കിടയിൽ വിതയ്ക്കപ്പെടുന്നുണ്ട് എന്നുള്ള ചിന്ത ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അത്തരത്തിലുള്ളതായിരിക്കണം നമ്മുടെ ഇനി മുതലുള്ള സാമൂഹിക ഇടപെടലുകൾ എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പെൺകുട്ടിയുടെ പ്രവൃത്തി. അത് അങ്ങനെയല്ലാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴും ആ മതേതരത്വം എന്നുള്ള ആ ഒരു മയക്കുമരുന്നിൻ്റെ പിടിയിൽ നിന്ന് മുക്തരായിട്ടില്ല. മയക്കുമരുന്നെന്ന് മതേതരത്വത്തെ ഞാൻ പറയുന്നത് ആധുനിക കാലത്ത് പ്രത്യേകിച്ച് ഭാരതീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, അതിലും പ്രധാനമായി കേരളത്തിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ മതേതരത്വം എന്നുള്ള ആശയം വലിയ വിഷലിപ്തമായൊരു ആശയമായി മാറിയിരിക്കുന്നു. ഹിന്ദുവിൻ്റെ മുകളിൽ വലിയ ഭാരം അടിച്ചേൽപ്പിക്കപ്പെടുന്നൊരു വിഷയമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയം പൂർണ്ണമായും ചർച്ച ചെയ്ത് ഈ മതേതരത്വം എന്നുള്ള ആശയത്തെ ഹിന്ദു സമൂഹം തള്ളിക്കളയേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്ന് വെച്ച് മതേതരത്വം തള്ളിക്കളയുന്നു എന്നുള്ളത് കൊണ്ട് നാളെ മുസൽമാന്മാരെ വീട് തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുവാനല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, അതിന് ആത്യന്തികമായി അർഹിക്കുന്ന ബഹുമാനം നാം എപ്പോൾ മുതൽ നൽകി തുടങ്ങുന്നു, അതിനെ അപമാനിക്കുന്നവരെ നാം എപ്പോൾ നമ്മുടെ സാമൂഹിക വൃത്തങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി ഒറ്റപ്പെടുത്തുന്നു, അങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്നുണ്ടായി തുടങ്ങുന്നു, അത് സംഘടിതമായി എന്ന് മുതൽ ഉണ്ടായി തുടങ്ങുന്നു. അതിനോടൊപ്പം തന്നെ ഹിന്ദുക്കൾ ഇത്തരം കാര്യങ്ങളിൽ ആശയങ്ങളുടെ കുടക്കീഴിൽ ഒന്നിച്ച് അണിചേർന്ന് സംഘടിതമായ ഒരു സമ്മതിദാനാവകാശ ബാങ്കായി അല്ലെങ്കിൽ ശക്തിയായി മാറുന്നു. അന്നേ അർഹിക്കുന്ന ബഹുമാനം നമ്മുടെ സംസ്കാരത്തിനും പൈതൃകത്തിനും, എന്തിനും നമ്മുടെ രാഷ്ട്രത്തിന് പോലും ലഭിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ കൂടി ഒരു തെളിവാണ് ഞാൻ ആദ്യം കാണിച്ച ആ വീഡിയോ ഒന്നുകൂടി കണ്ടുകൊണ്ട് നിങ്ങളെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. വീഡിയോ ഒന്നുകൂടി കാണാം. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഈ മതേതരത്വം എന്നുള്ള ആശയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് എത്തുവാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.